KSEBിക്കും സർക്കാരിനും തിരിച്ചടി കുറഞ്ഞ വിലക്ക് വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ പുനഃസ്ഥാപിച്ചത് അപ്പീലേറ്റ് ട്രിബ്യൂണൽ ഫോർ ഇലക്ട്രിസിറ്റി റദ്ദാക്കി. സംസ്ഥാന താൽപര്യം പരിഗണിച്ച് ഡിസംബറിൽ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കരാർ പുനഃസ്ഥാപിച്ചിരുന്നു. പഴയ നിരക്കിൽ വൈദ്യുതി നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ കമ്പനികൾ നൽകിയ ഹർജിയിലാണ് അപ്പീലേറ്റിന്റെ വിധി. യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് 3 കമ്പനികളിൽ നിന്ന് 25 വർഷത്തേക്ക് 472 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനായിരുന്നു കരാർ. 2014 മുന്നേ ഒപ്പിട്ട കരാർ പ്രകാരം 2016 മുതൽ സംസ്ഥാനം വൈദ്യുതി വാങ്ങിത്തുടങ്ങി. എന്നാൽ ടെൻഡർ നടപടികളിലെ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം മെയ്യിൽ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കരാർ റദ്ദാക്കി. നിയമസഭയിലടക്കം ഇത് വലിയ ചർച്ചയായി. സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് വീണു. ഒടുവിൽ മുഖ്യമന്ത്രി കൂടി ഇടപെട്ടാണ് ഡിസംബറിൽ കരാർ പുനഃസ്ഥാപിച്ചത്. കരാർ പുനഃസ്ഥാപിച്ചെങ്കിലും പഴയ നിരക്കിൽ വൈദ്യുതി നൽകാനാവില്ലെന്നറിയിച്ച് തെർമൽ പവർ കമ്പനികൾ ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. കരാർ പുനഃസ്ഥാപിച്ചത് റദ്ദാക്കിക്കൊണ്ടാണ് ട്രിബ്യൂണൽ ഹർജിയിൽ വിധി പുറപ്പെടുവിച്ചത്. നേരത്തെ കരാർ റദ്ദാക്കിയത് വഴി 1200 കോടി രൂപയിലധികം മുടക്കിയാണ് KSEB പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി പ്രതിസന്ധി ഒഴിവാക്കിയത്. അടുത്ത വേനലിന് മുമ്പ് പുതിയ ദീർഘകാല വൈദ്യുതി കരാർ കണ്ടെത്തിയില്ലെങ്കിൽ സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങും. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നാണ് വൈദ്യുതി വകുപ്പ് അറിയിച്ചത്. KSEBിക്കുണ്ടായ നഷ്ടം അതിന്റെ കാരണക്കാരിൽ നിന്നും ഈടാക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.